പമ്പിംഗ് തുടങ്ങിയെങ്കിലും തിരുവനന്തപുരത്ത് ജലവിതരണം പൂർണ്ണ തോതിലായിട്ടില്ല. നേമവും വട്ടിയൂർക്കാവും കരമനയും അടക്കം നിരവധി ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താൻ ഇനിയും സമയമെടുത്തേക്കും. അതേസമയം പ്രശ്നത്തിൽ പൊതു മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയിലൊക്കെ അടക്കം ഈ മേയറിൻ്റെ അടക്കം പ്രതികരണം വന്നിരുന്നു. അതായത് ഉടൻ തന്നെ പമ്പിംഗ് ആരംഭിക്കും, നഗരത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം എല്ലാ ഭാഗങ്ങളിലും രാത്രിയിൽ തന്നെ വെള്ളം എത്തും എന്നുള്ള ഉറപ്പ് ഇന്നലെ രാത്രിയിലും നൽകിയതാണ്. എന്നാൽ വീണ്ടും ജലവിതരണം പൂർണ്ണ തോതിൽ ആയിട്ടില്ല. നേമവും വട്ടിയൂർക്കാവും കരമന അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനിയും വെള്ളം എത്താനുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, വെള്ളം എത്താത്ത പല ഭാഗങ്ങളും തിരുവനന്തപുരം നഗരത്തിലും അതിന് പുറത്തുമായിട്ടുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. ചിലയിടങ്ങളിലൊക്കെ മാത്രമാണ് കോർപ്പറേഷന് ഈ രീതിയിൽ വെള്ളം പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും വെള്ളം എത്താത്ത ചില സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവസാനമായി ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നേമം പോലീസ് ക്വാർട്ടേഴ്സ് ലൈൻ, ചരിതാണിക്കൽ ലൈൻ എന്നീ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ മേലാറന്നൂർ, ഐരാണിമുട്ടം ആ പ്രദേശങ്ങളിലും ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം നേരിടുന്നുണ്ട്. ഇടപ്പഴഞ്ഞിയിലും ചില ഭാഗങ്ങളിൽ, തൊഴുവൻകോട് ഭാഗത്ത്, വട്ടിയൂർക്കാവിലെ ചില മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം ഈ രീതിയിൽ വെള്ളം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ദിവസങ്ങളായി കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോഴും കോർപ്പറേഷൻ ഈ രീതിയിൽ കുടിവെള്ളം എത്തിക്കാൻ, കോർപ്പറേഷനും ജല അതോറിറ്റിക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്തതെന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം എത്തുന്ന ഭാഗങ്ങളിൽ തന്നെയാണെങ്കിൽ കൂടി അവിടെ തന്നെയുള്ള ചില ഉയർന്ന ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെള്ളം എത്തിയ സ്ഥലങ്ങളിൽ ഒന്നാമത്തെ നിലയിലോ ഒക്കെ വെള്ളം എത്തുന്നു. 2-3 നിലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അവരൊക്കെ പാത്രങ്ങളിലൊക്കെ വെള്ളം ചുമന്ന ദൂരെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളം എത്തുന്നത് കൊണ്ട് സ്ഥലങ്ങളിൽ ആളുകൾ കൂടുതലായി വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്തുന്ന വെള്ളം പെട്ടെന്ന് അതിൻ്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യമുണ്ടോ. മറ്റു ചിലയിടങ്ങളിലാണെങ്കിൽ നൂല് പോലെയാണ് ചില പൈപ്പുകളിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. അതും ആവശ്യത്തിന് പര്യാപ്തമായ രീതിയിൽ ജനങ്ങളുടെ മുഴുവൻ കുടിവെള്ള ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളെയൊക്കെ അടക്കം വലിയ രീതിയിൽ കുടിവെള്ള പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിട്ടുപോകരുത്. വീടുകളെ മാത്രമല്ല, അതിന് പുറത്തുള്ള ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കുടിവെള്ളമാണ് പ്രാഥമികമായി നമുക്ക് എടുത്തു പറയേണ്ടത്. അവിടെ മറ്റാവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങൾ, അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ വെള്ളം എത്തുന്നതിൻ്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ടാങ്കർ ലോറികൾ എല്ലായിടത്തും എത്താത്തതിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ പ്രധാന റോഡുകളിൽ അല്ലെങ്കിൽ ലോറികൾക്കൊക്കെ പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളവുമായി ടാങ്കർ ലോറികൾ എത്തും. അവിടെ എത്തുമ്പോൾ തന്നെ ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ ആ വെള്ളം മുഴുവൻ അവിടെ നിന്ന് ശേഖരിക്കും, അല്ലെങ്കിൽ എത്രയധികം പരമാവധി ആളുകൾ ആ വെള്ളം കൊണ്ടുപോകും. അത് കഴിഞ്ഞുള്ള ഇടവഴികളിലേക്ക് ചെല്ലുമ്പോഴാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ ഇടവഴികളിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ചില കുന്ന് പോലെയുള്ള ഭാഗങ്ങളിൽ വലിയ നഗര രീതിയിലേക്ക് മാറിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെറിയ ഇടവഴികളിലൂടെ വെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്. അവിടെങ്ങളിലൊക്കെ ഈ പൊക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ദുരിതം വീണ്ടും ഇരട്ടിയാകുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് 6 ദിവസത്തോളമായി തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോയിക്കൂടാത്ത മറ്റൊരു കാര്യമാണ് ഈ സ്മാർട്ട് റോഡ് പദ്ധതിയുമായിട്ടുള്ള ജോലികളുടെയൊക്കെ ഭാഗമായി നേരത്തെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പല ഭാഗങ്ങളും തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഉണ്ട്. ആ മേഖലകളിലൊക്കെ ഇപ്പോഴും കുടിവെള്ളമൊന്നും എത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നം, അത് ഇപ്പോഴത്തെ ഈ താൽക്കാലിക കുടിവെള്ള പ്രശ്നം പരിഹാരമാകാത്തൊരു പ്രശ്നമായി തുടരുന്നുണ്ട്. അങ്ങനെ കുടിവെള്ള പ്രശ്നം തുടരുന്നു. ഇന്നും തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലും കുടിവെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്നതനുസരിച്ച് നാളെ പകലെങ്കിലും ആകാതെ പൂർണ്ണമായി എല്ലായിടത്തും കുടിവെള്ളം ഒരു പഴയ രീതിയിൽ, ഒരു സാധാരണ രീതിയിൽ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ മന്ത്രിമാർ നൽകിയ ഉറപ്പ്, മേയർ നൽകിയ ഉറപ്പ്, വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പ് എന്നിവയെല്ലാം പാളിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഉദ്യോഗസ്ഥലത്തിലുള്ള ഏകോപനത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ നഗരസഭയും വാട്ടർ അതോറിറ്റിയും തമ്മിലൊരു ഏകോപനം ഉണ്ടായില്ല ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ തെളിഞ്ഞതാണ്, വ്യക്തമായതാണ്. അതുമായി ബന്ധപ്പെട്ട മേയർ അടക്കമുള്ളവരുടെ പരാമർശങ്ങൾ വന്നതാണ്. എന്തായാലും ഇന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ഇത്തരത്തിൽ ജോലികൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടാത്ത രീതിയിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഒരു പൊതുമാനദണ്ഡം നിശ്ചയിക്കുന്നതിലേക്കാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പോകുന്നത്. അത് നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇത്തരം ഒരു വലിയ ക്രൈസിസ് ഉണ്ടായതിനു ശേഷമെങ്കിലും അത്തരം നടപടിയിലേക്ക് വാട്ടർ അതോറിറ്റി പോകുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ആശ്വാസകരമായ ഒരു കാര്യം. അതിന് വ്യാഴാഴ്ച ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത്തരത്തിലൊരു പൊതു മാനദണ്ഡം രൂപീകരിക്കും. എങ്ങനെയാണ് നഗരകേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വലിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾക്കും ആ മേഖലയിലേക്കുള്ള കുടിവെള്ളത്തിന് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കും ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട.